Ada malu, ada jalan, ada bulu, ada zil, ada haram, ada halal. Tadi ada jabal, bulus, ada jabal, bulus, sil, ada sil, tadi ada sil, ada jabal, ada bulus, ada jabal, ada bulus, ada sil, ada jabal, ada bulus, bulu ada sil, jiu, tadi jiu, ada bulus jiu. Jawal ada bulus, ada jawal, ada bulu, ada malu, ada sih, bulus juga. Ada jawal, ada bulu, ada sih. Sadik juga ada miskin, sadik, sadik. Ada bawa ini, boleh sama saya. അയ്യോ എൻ്റെ നാട്ടുകാരെ ഓടി വരട്ടെ, എൻ്റെ പേഴ്സ് കാണുന്നില്ല, ഓട്ടോക്കാരെ കള്ളനാണ്, എൻ്റെ പൈസ വേണം, വാടക കൊടുക്കാനുള്ള പൈസ വേണം. അയ്യോ നാട്ടുകാരെ ഓടി വരട്ടെ, ഈ ഓട്ടോക്കാരെ കള്ളനാണ്, എൻ്റെ പൈസയും മൊബൈൽ ഫോണും എല്ലാം ഇവരെടുത്ത് നാളെ പൈസ കാണാൻ. പൈസ കാണാം. അയ്യോ നാട്ടുകാരെ ഓടി വരട്ടെ, ഈ ഓട്ടോക്കാരെ കള്ളനാണ്, എൻ്റെ മൊബൈലും എൻ്റെ ഫോണും എല്ലാം ഇവരെടുത്ത് പൈസ കാണാൻ, എൻ്റെ പൈസ കാണാൻ. എൻ്റെ എന്റെ ദൈവമേ, വല്ലയിടത്തും പാമ്പായി കിടന്ന ആളെയൊക്കെ വിളിച്ച് വണ്ടി കയറ്റി, എനിക്കറിയാന്ന് പറഞ്ഞ് വേമ്പിളക്കി വണ്ടി കയറ്റി. ഇത് എനിക്ക് വലിയ പണിയായില്ല. ഇയാളുടെ പൈസയും മൊബൈലും പോയെന്നും പറഞ്ഞിട്ട് ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാൻ എന്റെ ദൈവമേ. ഒന്നാമത്തെ കടവും കടത്തിന്റെ കൂടായിട്ടിരിക്കുക. ഇതൊരു 8ന്റെ പണി കിട്ടിയ പോലെ ആയിപ്പോയി. നീ കള്ളനാ, എന്റെ ഫോണ് കാശും നീയാണ്, പോലീസ് സ്റ്റേഷനോട് പോട്ടണം. നീ കള്ളനാ, നീയാ എന്റെ ഫോണ് കാശ് കാണാം, എന്റെ പൈസ കാണാ, നീ പൈസ കാണാം, അല്ലെ പോലീസ് സ്റ്റേഷനോട് പോട്ടണം. എന്റെ പൈസ കാണാം, എന്റെ മൊബൈല് കാണാം, എന്റെ പൈസയും മൊബൈല് കാണാം, അല്ലെ പോലീസ് സ്റ്റേഷനോട് പോട്ടണം. എന്തിനാ എന്നെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു? ഇക്കാനെ ഞാൻ വീട്ടിൽ കൊണ്ടേ ആക്കാം. ആദ്യം എന്റെ പൈസയും ഫോണ് കാണാം, ബാക്കി കാര്യം പിന്നെ പറയാം. പൈസ കാണാൻ എന്റെ മൊബൈലിൽ എന്റെ പൈസ നീ കഴുന്നത്. ഇവനെ വിളിച്ചിട്ട് കിട്ടുന്നത്, ഇവനെ ഏത് മറ്റേ ആളെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇവൻ കാരണം എനിക്കാണ് ഇപ്പൊ പണി കിട്ടിയത്. ഈ കുരിശിപ്പ എന്റെ തലയിലായി. നീ ആരോടാണ് വർത്തമാനം പറയുന്നത്? നീ എന്നോട് പറയണ. മിണ്ടാണ്ട് അവിടെ എങ്ങനെ കിടന്നോളാം. പല ബാറിലും പോയി കുപ്പി അടിച്ചിട്ട് വന്നിട്ട് ഇപ്പൊ എനിക്കാ കുഴപ്പം. എന്റെ ഫോണിലാണ്, എന്റെ പൈസ നാളെ വാഴ കൊടുക്കേണ്ടവൻ, എന്റെ പെണ്ണുമ്പോൾ എന്നെ വീട്ടിൽ കയറ്റത്തിരുന്നവൻ, എന്റെ പൈസ. എന്നാ നിങ്ങൾ വീട്ടിൽ പോകണ്ട. എനിക്ക് വീട്ടിൽ പോകണ്ടതാ.
നീ എന്നെ എവിടുന്ന എടുത്തെന്ന് വെച്ചാ അവിടെ കൊണ്ടുവിടാം. നീ എനിക്ക് വീട്ടിൽ പോകണം. ആ അതാ നല്ലത്. നീ എന്നെ എടുത്തത് ഒരു ആ അങ്ങോട്ട് കയറി ഇരിക്കുന്നേ, എടുത്തെടുത്ത് തന്നെ കൊണ്ട് വിടാം. ഓ എനിക്ക് അങ്ങോട്ട് കയറി നാശം പിടിക്കാനായിട്ട്. ഇതിനെ പൊങ്ങണില്ല എന്നെ ദൈവമേ. ഈ കുഞ്ഞന്മാരൊന്നും വണ്ടി കയറ്റരുത്. നല്ലത് വിചാരിച്ച് വണ്ടി കയറ്റിയ രക്ഷക്കാർക്കാണ്. അങ്ങോട്ട് ആ എടുത്തെടുത്ത് തന്നെ കൊണ്ട് വിടാം. അങ്ങോട്ട് എല്ലാം നാശം പിടിക്കാനായിട്ട്. അയാളൊരു അടികാളയും അവധി കണ്ടറങ്ങനെ. എടാ അളിയാ, നീ എവിടെയാ? വർക്ക്ഷോപ്പിലെ പണി കഴിഞ്ഞായിരുന്നോ? ഞാനേ ആ കുടിയനെ കയറ്റിക്കൊണ്ട് പോയില്ലടാ. ആ കുടിയനെ ഞാൻ തിരിച്ച് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ കൊണ്ട് ഇറക്കുവാണ് കേട്ടോ. എവിടേക്ക്? ഞാനവിടെ ഇല്ല. ഞാൻ അവിടെ നിന്ന് പോകുന്നില്ലേ? വർക്ക്ഷോപ്പിലാണ്. എന്തേ? എവിടെ നിന്നാണോ കയറ്റിയ അവിടേക്ക്. ആ അന്നേ ശരി, അന്നേ നീ ഇങ്ങോട്ട് വേമ്പാ.
എന്നെ പറ്റിയാ ഒന്നും പറയണ്ടടാ. ആ കുടിയനില്ലേ, ഞാൻ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയ ട്രിപ്പ് ഞാൻ കൊണ്ടുപോയില്ലേ, അയാൾ എനിക്കൊരു 8ന്റെ പണിയാ തന്നത്. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ എന്നോട് ആ ചട്ടിക്കടക്കാരൻ പണി ഉണ്ടാക്കൂന്ന്. അപ്പൊ നീയല്ലേ പറഞ്ഞ നിനക്ക് അറിയാവുന്നു, വീട്ടിൽ കൊണ്ടുപോയി ആക്കാന്ന്. പറഞ്ഞപ്പോ എന്താടാ കാര്യം, പെട്ടുപോയില്ലേ. ഇത്ര നേരം ഞാൻ അയാളെ കൊണ്ട് കറങ്ങായിരുന്നു. അപ്പൊ അനുഭവിക്ക്, അല്ല അത് വേറെന്താ. അതല്ലടാ, എനിക്കൊരു സംശയം. പുള്ളി കൊറേ എന്തോ ഒരു ഭാഷയിലേ കൊറേ വർത്താനം പറഞ്ഞു. ഇനി നമ്മുടെ അമ്മയ്ക്ക് അപ്പനൊക്കെ വിളിച്ചതാണ്, മുട്ടൻ തെറിയാണ് പറഞ്ഞു. എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ എന്റെ വണ്ടി കേറിയപ്പോ തുടങ്ങി പുള്ളി ഞാൻ പറഞ്ഞില്ലേ ഭാഷ പറയണെന്ന് പറഞ്ഞില്ലേ. ഞാൻ പറയാ പുള്ളിയെ അലിബാബ അലിബാബ എന്ന് പറഞ്ഞു. ഞാനിതുവരെ ഈ ഭാഷ കേട്ടിട്ടില്ല. എനിക്ക് ബലമായ സംശയം എന്താണെന്നറിയോ, പുള്ളി എന്നെ പൂരത്തെറി പറഞ്ഞാണെന്നാ. അതല്ല ഞാൻ പറഞ്ഞ, എന്റെ വണ്ടി കയറി കിടന്നിട്ടും പുള്ളി ഇങ്ങനെ ഓരോരോ ഭാഷകൾ പറഞ്ഞോണ്ട് പറഞ്ഞില്ലേ. ഞാൻ അതിങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഈ സാധനത്തിനെ കൊണ്ട് നടന്നാൽ ശരിയാവില്ല. എന്റെ ഇന്നത്തെ ദിവസം പോകും, നമുക്ക് ഈ സാധനത്തിനെ എടുത്താൽ ഇറക്കി വെക്കാം. നമുക്ക് നമ്മളെ പാട്ടിന് പോവാം, ആരെങ്കിലും എടുത്തിട്ട് പോട്ടെ. ഞാൻ വർഷാപ്പിൽ ഇടുക്കി സാധനത്തിനാ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ കേട്ടൊന്നുമില്ല. ലാസ്റ്റ് പണിയാവുന്നേ അതല്ലേ. നമ്മുടെ പാവത്തും വിചാരിച്ച് മധുരമുള്ള ആൾക്കാരൊക്കെ വണ്ടിക്ക് അറിയാമല്ലോ, ഞാൻ കേട്ടില്ലെന്ന് അറിയാലോ. കൈ വിടായിരുന്നു, ഞങ്ങളൊന്ന് ഒഴിവാക്കിട്ടാ അവിടുന്ന്. എങ്ങനെയെങ്കിലും വീട്ടിൽ ഇനി സമാധാനമായിട്ട് എല്ലാ ഭാഷയും പറഞ്ഞു കേട്ടാ. ഞങ്ങളെ ഞങ്ങളുടെ പാട്ടിന് പോവുക, വണ്ടി എടുത്തോളാം. അറിയാവുന്ന ഭാഷ മൊത്തം പറഞ്ഞോട്ടെ. അയാളൊരു അറാമി, ഒരു അലിബാബ. ഞാനെങ്ങനെ വീട്ടിൽ പോയി, എന്റെ വൈകായി പോയി, എന്റെ മൊബൈല് പോയി, എല്ലാവരും കൊണ്ടുപോയി. ഞാൻ മറ്റേ കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നോക്കട്ടെ, വിളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. എന്താണ് സാർ, എന്താണ്? അതെ, ഞാൻ വിളിക്കാം കേട്ടോ. ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട്, ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്താണെന്നുള്ളത്. എന്റെ വൈകാരിക്കാണ് വാടകയെ പോയി, എന്റെ കൊച്ചിനെ ഇന്റർവ്യൂവിൽ അതുകൊണ്ട് അവന്മാര് തിന്നു. എങ്ങനെ വീട്ടിൽ പോവാൻ ഇത് കൊള്ളാലോ, കൊറേ പാമ്പുകളെ കണ്ടിട്ടുണ്ട്. ഇത് അറബി പാമ്പാണോ? എനിക്ക് വയ്യ. പാമ്പുകളുടെ ബഹളം.